മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം ഇന്നു നടക്കും. ജോലിക്കായി വിദേശത്ത് പോയ അമ്മ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി എന്ന വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയിരിക്കുന്നു. മിഥുന്റെ സംസ്കാരത്തിനായാണ് അമ്മ നിലവിൽ എത്തിയിരിക്കുന്നത്. വളരെ ഖേദകരമായ ഒരു വാർത്തയാണ്, ഒരു വിലാപയാത്രയാണ് എന്ന് വേണം പറയാൻ. നിരവധി ആളുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അകമ്പടിയോടെയാണ് വിമാനത്താവളത്തിൽ നിന്നും അമ്മയെ ഇപ്പോൾ വാഹനത്തിൽ കയറ്റി കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മക്കൾക്കായി വിദേശത്ത് നിന്ന് വരുമ്പോൾ കരുതി വെച്ചതെല്ലാം ഒരു മക്കളെ കാണണമെന്നൊരു സന്തോഷത്തിലേക്ക് നാട്ടിലെത്തേണ്ട ഒരു അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്നതോർക്കുമ്പോൾ വളരെ ഖേദകരമാണ്. ചിത്രത്തിൽ വ്യക്തമായി കാണാം അമ്മയുടെ സങ്കടം. ഒരു അമ്മയാണ്, അമ്മയുടെ മൂത്ത മകൻ മിഥുൻ്റെ മരണം. മരണവിവരം പോലും അമ്മ അറിഞ്ഞത് വളരെ വൈകിയാണ്. മരണവിവരം പോലും അറിയാൻ കഴിഞ്ഞത്. ആ അച്ഛൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഒരു അവസ്ഥ അമ്മൂമ്മ പോലും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മകനെ പോലും പഠിപ്പിച്ചിട്ടില്ല ഇത്രയും, എൻ്റെ കൊച്ചുമകനെയാണ് ഞാൻ പഠിപ്പിച്ചത്, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ എന്നൊരു ചോദ്യം, കളങ്കമായൊരു ചോദ്യം അവസ്ഥയുമാണ് ആ കുടുംബത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ. ശാസ്താംകോട്ട അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ മാത്രമായൊരു സങ്കടം എന്നതിലുപരി കേരളത്തിൽ ഒന്നാകെ അവരവരുടെ വീട്ടിലെ ഒരു കുട്ടിക്കുണ്ടായ ഒരു അവസ്ഥ പോലെയാണ് ഒരു ദുഃഖകരമായ ഒരു വിവരം. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ മിഥുൻ്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും. കുട്ടിയുടെ പൊതുദർശനം ഏകദേശം 10 മണിയോട് തന്നെ സ്കൂളിൽ നടത്തും. ഇപ്പോൾ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയാണ്. നേരെ വീട്ടിലേക്കായിരിക്കാം ഒരുപക്ഷെ ആദ്യം പോകുന്നത്. എന്തായാലും അമ്മ അവിടെ എത്തുന്ന സമയം കൊണ്ട് കുട്ടിയുടെ മൃതദേഹവും വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഏകദേശം രാവിലെ 10 മണിക്കാണ് മൃതദേഹം സ്കൂളിലെത്തിക്കുന്നത്. 12 മണിവരെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 12 മണിക്ക് ശേഷം വീട്ടിലായിരിക്കും മിഥുൻ്റെ മൃതദേഹം വയ്ക്കുക. ഏകദേശം വൈകിട്ടോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. വളരെ ദുഃഖകരമായ ഒരു വാർത്ത എന്ന രീതിയിലേക്ക് തന്നെയാണ് പറയുന്നത്. അമ്മ ഇപ്പോൾ തുർക്കിയിൽ നിന്നും ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മ സുജ വിമാനത്താവളത്തിലെത്തി. ഇനി മിഥുനെ ഒന്ന് അവസാന നോക്ക് കാണാനുള്ള ഒരു തിടുക്കത്തിലാണ് അമ്മ. തൻ്റെ പൊന്നോമനെ ഒന്ന് കൊഞ്ചിക്കാനുള്ള ഒരു അവസാന നോക്കിനേക്ക് വേണ്ടിയാണ് അമ്മ വീട്ടിലേക്ക് പോകുന്നത്. ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ സംസ്കാരം ഇന്നു വൈകിട്ടാണ് നടക്കുന്നത്. ജോലിക്കായാണ് അമ്മ തുർക്കിയിലേക്ക് പോയത്. തുർക്കിയിൽ നിന്നും ആ വീട്ടുജോലിക്ക് പോയതാണ് അമ്മ. ആ വീട്ടുകാരോട് മൊത്തം കുവൈറ്റിലേക്ക് പോയി. കുവൈറ്റിലെത്തിയപ്പോഴാണ് ഏറെ മണിക്കൂറുകൾ, മിഥുൻ്റെ മരണം കഴിഞ്ഞ് ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അമ്മ ഈ ഒരു മരണവാർത്ത പോലും അറിയുന്നത്. എന്തായാലും തുർക്കിയിൽ നിന്നും കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും ഇപ്പോൾ അമ്മ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് എത്തുന്ന ഒരു ദൂരമാണ് ഇനി ഉള്ളത്. നേരെ തന്നെ അമ്മ ആദ്യം ചെന്നെത്തുന്നത് ശാസ്താംകോട്ടയിലെ അമ്മയുടെ വീട്ടിലേക്കായിരിക്കും, മിഥുൻ്റെ വീട്ടിലേക്കായിരിക്കും, മനുഭവനത്തിലേക്കായിരിക്കും അമ്മ ആദ്യം തന്നെ എത്താൻ പോകുന്നത്. എന്തായാലും വളരെ വിഷമകരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു അമ്മ തൻ്റെ മക്കൾക്കായി എല്ലാം കരുതി വെച്ച് സന്തോഷത്തോടെ നാട്ടിലേക്ക് ജോലി കഴിഞ്ഞ് അവരെ എത്താം അല്ലെങ്കിൽ അവരെ കാണാമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വരേണ്ട ഒരു അമ്മയ്ക്ക് പോയി 6 മാസത്തിനുള്ളിൽ തൻ്റെ ആദ്യത്തെ പൊന്നോമന ഇങ്ങനൊരു അപകടത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസം വളരെ ഏറെയാണ്. ഇവിടെ വിശദാംശങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട്. വിനയ, ഇപ്പോൾ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കൊല്ലത്തേക്ക് തിരിച്ചോ? രേണുക, എന്തായാലും അമ്മ ഇപ്പോൾ കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. രാവിലെ 8:50 ഇൻഡിഗോ വിമാനത്തിലാണ് സുജാത നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 9 മണിയോടെ തന്നെ പുറത്തിറങ്ങി കൊല്ലത്തേക്ക് പോകുമെന്നായിരുന്നു പറഞ്ഞതെങ്കിൽ പിന്നീട് നടപടിക്രമങ്ങളടക്കം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് അമ്മ കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. പോലീസിന്റെ സംരക്ഷണത്തോടെ തന്നെയാണ് അമ്മ കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ സുജാത കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ സുജാത
സുജാതയുടെ സഹോദരിയും മകനും ബന്ധുക്കളും കൂടാതെ അൻവർ സാദത്ത് MLA അടക്കം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സുജാതയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഏകദേശം 9:45 തന്നെ സുജാത കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി തിരക്കുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ സുരക്ഷയോടെ തന്നെയാണ് സുജാത കൊല്ലത്തേക്ക് എന്തായാലും തിരിച്ചിരിക്കുന്നത്. ഒരു നാടിന്റെ തന്നെ നോവായി മാറിയ മിഥുനെ അവസാനമായി കാണാൻ, ചേതനയറ്റ ശരീരം കാണാൻ ഇപ്പോൾ അമ്മ നാട്ടിലെത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയാണ് തുർക്കിയിലും മറ്റും പോയി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലെ പ്രാരാബ്ധം മൂലം വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നു, വീട്ടുജോലി ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ആ മക്കൾ അല്ലെങ്കിൽ ആ മകനെ അവസാനമായി അമ്മ കാണുന്നത് ചേതനയറ്റ ശരീരത്തോടെയാണ് അവസാനമായി ആ പൊന്നോമനെ കാണുന്നതിന് വേണ്ടി അമ്മ എത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മരണം സംഭവിച്ചതിന് ശേഷം ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്, മകൻ മരിച്ചു എന്ന വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് തുർക്കി, അതായത് സുജാത നിൽക്കുന്ന തുർക്കിയിലെ വീട്ടിലെ ആളുകളാണെങ്കിലും തന്നെ വളരെ സഹകരണത്തോട് തന്നെയായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നതും പിന്നീട് സുജാതയെ നാട്ടിലേക്ക് അയക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. സർക്കാരിന്റെ അടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും സുജാത നാട്ടിലെത്തിയിരിക്കുകയാണ്. അവസാനമായി തന്റെ പൊന്നോമനെ കാണുന്നതിന് വേണ്ടി സുജാത നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്നാണ് കുട്ടിയുടെ സംസ്കാരവും മറ്റും നടക്കുന്നത്. രാവിലെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും 10 മണിയോടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് 10 മണി മുതൽ 12 മണി വരെ സ്കൂളിലായിരിക്കും പൊതുദർശനം നടത്തുന്നത്. മിഥുന്റെ ജീവനെടുത്ത അതേ സ്കൂളിൽ തന്നെയായിരിക്കും പൊതുദർശനം. സഹപാഠികൾക്കും അധ്യാപകർക്കും അവസാനമായ ഒരു നോക്ക് മിഥുനെ കാണുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളടക്കം തന്നെ സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ ആയിരിക്കും ഈ പൊതുദർശനവും മറ്റും നടക്കുക. അവസാനമായി മിഥുനെ കാണാൻ സഹപാഠികളടക്കം തന്നെ എത്തുന്നുണ്ട്. ഒരു നാടിന്റെ തന്നെ കണ്ണീരോർമ്മയായി മാറിയിരിക്കുന്ന പൊന്നോമനയാണ് മിഥുൻ എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും ഈ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും അടക്കം അന്ത്യാഞ്ജലി അർപ്പിക്കും. തുടർന്നായിരിക്കും മൃതദേഹം ശാസ്താംകോട്ട വിളന്തറയിലെ വീട്ടിലെത്തിക്കുന്നത്. ഈ വീട്ടിലും പിന്നീട് പൊതുദർശനത്തിന് വെക്കുന്നു. പൊതുദർശനം തുർക്കിയിലുള്ള അമ്മയെ കാത്തായിരുന്നു ഇത്രയും ദിവസം, ഏകദേശം ഒരു ദിവസത്തോളം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അമ്മയും മകനെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇനി വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും പിന്നീട് വൈകിട്ട് 5 മണിയോടെ ഈ സംസ്കാരവും മറ്റും നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ അല്ലെങ്കിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള അല്ലെങ്കിൽ സ്കൂളുകളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അല്ലെങ്കിൽ സ്കൂളിലുള്ള ഒരു പ്രശ്നം. അതായത് ഈ ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥി മരിക്കുന്നു. ഈ ഷോക്കേറ്റിട്ട് ഒരു വിദ്യാർത്ഥി 8ാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കുന്നു. കുട്ടിയുടെ അമ്മയാണെങ്കിൽ നാട്ടിലില്ല. കുടുംബത്തിന് വേണ്ടി മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും പോയി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബമാണ് മിഥുന്റെ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നാടിന്റെ തന്നെ നോവായി മാറിയ ഇപ്പോൾ മിഥുന്റെ അമ്മയടക്കം തന്നെ എത്തിയിരിക്കുകയാണ്. നിലവിൽ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പോലീസിന്റെ സംരക്ഷണത്തോടെ തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. വിതുമ്പലോടെയായിരുന്നു അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളടക്കം തന്നെ കണ്ടതാണ്. ഈ കുടുംബക്കാരെയും മകനെയും മറ്റും കണ്ടപ്പോഴടക്കം തന്നെ പൊട്ടിക്കരയുകയായിരുന്നു സുജാത ചെയ്തിട്ടുണ്ടായിരുന്നത്. താൻ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യവും ചോദിക്കുന്നുണ്ടായിരുന്നു. തന്റെ മകന് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു വിദേശത്തേക്ക് മറ്റും പോയി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ മക്കൾ ഇപ്പോൾ അല്ലെങ്കിൽ ആ മകൻ ഇപ്പോൾ തന്റെ കൂടെ ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അമ്മയുടെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. കാരണം അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് മിഥുന്റെ എന്ന് പറയുന്നത്. ആ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ പൊന്നോമന ഇപ്പോൾ ചേതനയറ്റ ശരീരത്തോടെ കിടക്കുമ്പോൾ അത് കാണാൻ ആ അമ്മ എത്തുക എന്ന് തന്നെ പറയുമ്പോൾ എത്രത്തോളം ദുഃഖകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ സുജാത നെടുമ്പാശ്ശേരിയിൽ നിന്നും കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. രേണുക.
ശരി വിനയ, ആദ്യം തന്നെ അമ്മ ഇപ്പോൾ സ്കൂളിലേക്കാണോ പോകുന്നത് അതോ നേരെ വീട്ടിലേക്കാണോ പോകുന്നത് എന്നൊരു കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടത്. തീർച്ചയായും അമ്മ എന്തായാലും വീട്ടിലേക്ക് തന്നെയായിരിക്കും പോവുക. ബന്ധുക്കളോടൊപ്പമാണ് ഉള്ളത്. അതും വീട്ടിലേക്ക് തന്നെയായിരിക്കും പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും നേരെ വീട്ടിലേക്കായിരിക്കും പോവുക. അതിനുശേഷമായിരിക്കും വീട്ടിലെ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലായിരിക്കും പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു അമ്മയാണ്, അമ്മയുടെ മനസ്സാണ്. അമ്മയ്ക്ക് മകനെ കാണണമെന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. അമ്മയെ അല്ലെങ്കിൽ മകനെ അവസാനമായി കാണാനുള്ള അല്ലെങ്കിൽ ഒരു ദിവസമാണ്. ചിലപ്പോൾ നേരെ സ്കൂളിലോട്ട് പോകാനുള്ള സാധ്യതയും കണക്കിലെടുക്കാം. നമുക്ക് എന്തായാലും അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. വീട്ടിലേക്കാണോ സ്കൂളിലോട്ടാണോ പോവുക എന്ന കാര്യത്തിൽ. ശരി വിനയ, കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം ഇന്ന് നടക്കും. ജോലിക്കായി വിദേശത്ത് പോയ അമ്മ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഏകദേശം 10 മണിയോട് തന്നെ മിഥുന്റെ മൃതദേഹം സ്കൂളിലേക്ക്, ഈ അപകടമുണ്ടായ സ്കൂളിലേക്ക് തന്നെ എത്തിച്ച് പൊതുദർശനം നടത്തും. ഏകദേശം 12 മണിയോട് തന്നെ ശാസ്താംകോട്ടയിലെ മനുഭവനത്തിലേക്ക് മിഥുന്റെ മൃതദേഹം എത്തിക്കും. അമ്മ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ശാസ്താംകോട്ട വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. വൈകിട്ടോട് കൂടിയായിരിക്കും മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിനയ രാജ.